ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആ പാവം പെൺകുട്ടിയുടെ വീട്ടിൽ വനിതാ കമ്മീഷൻകാരൊക്കെ വന്നിരിക്കുന്നു. അവരാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവിടെ നിന്ന് പോരുക. അപ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയും ആകെ തകർന്ന് നിൽക്കുവാണ്. അപ്പോൾ നാട്ടുകാരെല്ലാവരും ഇങ്ങനെ ചുറ്റിനും വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നാട്ടുകാരിൽ ചിലരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മേഡം ആണെങ്കിൽ നാട്ടുകാരോട് പറയുവാണ്, ശരണ്യെ ഉപദ്രവിച്ച ആൺകുട്ടികൾ അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പണച്ചാക്കുകളാണെന്നും അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചേക്കരുതെന്നും കോടിക്കണക്കിന് പൈസ പോലും അവർ ഓഫർ ചെയ്യാൻ വഴിയുണ്ടെന്നും അതുപോലെ അത് അവരൊതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുമെന്നും ഒരു കാരണവശാലും അവരെ ആരും ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്, ഇവർക്ക് ഒരു കാവലായിട്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാകണമെന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പോൾ ശരണ്യയുടെ അമ്മയാണെങ്കിൽ ഇത് കേട്ട് നിന്ന് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നമ്മുടെ ശരണ്യയും അകത്ത് ഇങ്ങനെ കിടക്കുന്നു. ആരെ ഫേസ് ചെയ്യാൻ പോലും ശരണ്യയ്ക്ക് കഴിയുന്നില്ല. ആരുടെ മുഖത്ത് പോലും ശരണ്യ നോക്കുന്നതുമില്ല. ശരണ്യ ഇങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കിടക്കുക. കരച്ചിലും അല്ല, എന്തോ ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു അവസ്ഥയിൽ ഒരു സ്പോട്ടിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി മിണ്ടാട്ടം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഈ വനിതാ കമ്മീഷൻ്റെ മേഡം ആണെങ്കിൽ ശരണ്യയുടെ അമ്മയോട് വളരെ കാര്യമായിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളുണ്ട് കൂടെ, എന്തു കാര്യത്തിനും ഞങ്ങളുണ്ട്, നമുക്ക് ആ ദുഷ്ടന്മാർക്ക് വേണ്ടുന്ന ശിക്ഷ, പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും നമ്മുടെ കൊച്ചിനോട് ഈ ക്രൂരത കാണിച്ചവന്മാരെ വെറുതെ വിടാൻ പാടില്ലെന്നൊക്കെ പറയുക. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മേഡമൊക്കെ ഒത്തിരി നേരം സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. ആ മേഡത്തിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സങ്കടം, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണെന്ന രീതിയിലൊക്കെ അവരെന്നിട്ട് ഇവരോട് പറയുകയും ചെയ്തു. അതിനുശേഷം നാട്ടുകാരിൽ ചിലരാണെങ്കിൽ ശരണ്യയുടെ അമ്മയോടും അതുപോലെ അച്ഛനോടൊക്കെ ആ ദുഷ്ടന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ശരണ്യയുടെ അമ്മ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നപ്പോൾ മോളിങ്ങനെ കിടക്കുക. അപ്പം മോളെ എന്നും പറഞ്ഞ് അമ്മ വിളിച്ചപ്പോഴും മോളിങ്ങനെ തന്നെ ഒരു സ്പോട്ടിലേക്ക് എന്നെ നോക്കി കിടക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരാളെ പോലെ ഇങ്ങനെ കിടക്കുക, ഒന്നും മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ പൊന്നുമോളിങ്ങനെ കിടക്കല്ലേ, എൻ്റെ പൊന്നുമോക്ക് അമ്മ എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ, ഇങ്ങനെ കിടന്നാൽ എൻ്റെ പൊന്നുമോക്കും എല്ലാ ആപത്തും ഇനിയും സംഭവിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അമ്മ ഇങ്ങനെ പറഞ്ഞ് ശരണ്യെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ എണ്ണിപ്പറക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരണ്യാണെങ്കിൽ വേണ്ടാന്ന് തന്നെയാണ് പറയുന്നത്, ഒന്നും വേണ്ടാന്ന്. നീ ഇനി ഇങ്ങനെ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവന് തന്നെ ആപത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ, ഞാനിനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്, എന്നെ ഇനി എന്തിനു കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ശരണ്യ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കരച്ചിൽ. അമ്മയുടെ ചങ്ക് പൊട്ടിപ്പോ, എൻ്റെ പൊന്നുമോൾ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കും. അപ്പോഴത്തേക്കും ഞങ്ങളെ കൊച്ചും അച്ഛനും ഒക്കെ അങ്ങോട്ടേക്ക് കയറി വന്നു. അവൾ പറയുന്നത് കേട്ടാന്ന് ചോദിച്ചുകൊണ്ട് ശരണ്യയുടെ അമ്മ ഇങ്ങനെ പറയുക. അവൾ ഇനി എന്തിനാന്ന് അവൾ ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നുമോൾ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛനും ഇങ്ങനെ പറയണു. ശരണ്യ അപ്പോഴും ഇങ്ങനെ കിടക്കുക. നീ അതിന് ഇച്ചിരി വെള്ളമെങ്കിലും കഞ്ഞിവെള്ളമെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറയുമ്പോൾ വേണ്ടാന്നും പറഞ്ഞിങ്ങനെ ശരണ്യ പറയുക കേട്ടോ. അങ്ങനെ ശരണ്യയെ കൊണ്ട് ഒരിറ്റ് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുക അവരെ. പക്ഷേ ശരണ്യ ഒരു ഗ്ലാസ് വെള്ളം പോയിട്ട് ആരുടെ നേരെ പോലും നോക്കാൻ ശരണ്യ തയ്യാറാകുന്നില്ല. ശരണ്യ ഇങ്ങനെ കിടന്ന് മരിച്ചു പോകാനാണ് ശരണ്യ ആഗ്രഹിക്കുന്നത്. ശരണ്യയുടെ ജീവിതം മുഴുവനും തീർന്നു എന്ന് ശരണ്യയ്ക്ക് മനസ്സിലായി ആ ഒരിത്. അങ്ങനെ ശരണ്യ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ അവിടെ കിടക്കുക കേട്ടോ. ഇവർ ചുറ്റിനും നിൽക്കുന്നവർ ഈ ഒരു അവസ്ഥ കണ്ട് താങ്ങാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ ശരണ്യയുടെ വീട്ടുകാരും കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയും അതുപോലെ ഹരിയെയും ഒക്കെ ആട്ടോ. അവർ ജയിലിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അവിടെ കിടക്കുന്ന സമയത്ത് രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര വിഷമം, താൻ ചെയ്തത് മഹാ അപരാധമാണെന്നുള്ളൊരു തിരിച്ചറിവ് രോഹിത്തിന് അപ്പോഴാണ് ഉണ്ടായത്. രോഹിത്താണെന്നുണ്ടെങ്കിൽ ആകെ തകർന്നിരിക്കുക. ഹരിക്ക് പിന്നെ പ്രത്യേകിച്ച് യാതൊരു കൂസലുമില്ല, താൻ ഇത് തെറ്റായിട്ടല്ല ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഹരി നിൽക്കുന്നത്. പക്ഷേ പതുക്കെ നമ്മുടെ രോഹിത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായി തുടങ്ങി. രോഹിത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു വീഴാനൊക്കെ ആയിട്ടുള്ള ഒരിത്. അപ്പോഴത്തേക്കും ഈ രോഹിത്ത് ഇങ്ങനെ അവശതയോടുകൂടി നിരാശയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹരി ആണെങ്കിൽ രോഹിത്തിനെ ഓരോന്ന് പറയാം. എന്നിട്ട് അവൾ കൊണ്ടേ കേസ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാഞ്ഞു പോകൂടാ, നമ്മുടെ വീട്ടുകാരല്ലേ ഉള്ളത്, നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകൂടാന്നാണ് ഹരി പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു നാറിയ കേസിന് അച്ഛന്മാർ പുറകെ തൂങ്ങാനുണ്ടെന്നുള്ളത് ഇവനറിയാം ഹരിക്ക്. അതുകൊണ്ട് തന്നെ ഹരിക്ക് ഒരു പേടിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ പുഷ്പം പോലെ ഇറങ്ങി പോകാമെന്നാണ് ഹരി വിചാരിച്ചിരിക്കുന്നത്. അത് രോഹിത്തിനോട് പറയുകയും ചെയ്തു. രോഹിത്ത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ആകെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ ഇരിക്കുകയാണ്. എപ്പോഴും രോഹിത്തിൻ്റെ ചെവിയിൽ ഇങ്ങനെ അലീന പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഇവൻ ഹരിയുടെ കൂടെ നീ കൂട്ടുകൂടരുത്, നിന്റെ ഭാവി അവൻ നശിപ്പിക്കും, നിന്നെ അവൻ ജയിലിൽ കയറ്റും. ഈ പറഞ്ഞ കാര്യം
ഇങ്ങനെ റിവൈൻഡ് അടിച്ചുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് രോഹിത് ഇങ്ങനെ മാനസികമായിട്ട് തകർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. രോഹിത്തിന് പിന്നെ ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ സമയത്ത് പോലീസുകാർ വന്നിട്ടാണെങ്കിലും ഇവരോട് ഭയങ്കര ദേഷ്യപ്പെട്ടും ഭയങ്കര കലിപ്പോട് കൂടിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ ബാലനാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ ഇരിക്കുന്നു. ബാലനാണെങ്കിൽ ആകെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ബാലൻ്റെ ഫോണിലേക്ക് കോള് വരും. അത് വേറെ ആരുമല്ല, മനുവാണ് വിളിച്ചത്. മനു വിളിച്ചപ്പോൾ വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ വൈജയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൾ ഒരിക്കലും ഈ രീതിയിൽ അലീനെ അംഗീകരിക്കില്ല എന്ന കാര്യം പറയുവാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനും കൂടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതേ ഡിവോഴ്സിന് പോവുകയാണെന്നൊക്കെ ഒരു സൂചനകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർ പരസ്പരം പറയുക. അപ്പോൾ അങ്ങനെ വൈജയുടെ അഹങ്കാരം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും മകൻ ഇതുപോലൊരു തെറ്റ് ചെയ്തിട്ടും അവളത് അലീനയുടെ തെറ്റാണെന്നാണ് പറയുന്നതെന്ന കാര്യമൊക്കെ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ മനുവിനാണെങ്കിൽ ഇനി ആൻറ്റിയോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് അറിയില്ല എന്നുള്ള കാര്യം പറയണം. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാമെങ്കിലേന്ന് പറഞ്ഞു. എത്രയെന്ത് സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും വൈജയന്തിക്ക് കൂട്ടായിരിക്കും രോഹിത്തും അതുപോലെ തന്നെ ബബിതയും. എനിക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ കൃഷ്ണമോളോ അല്ലെങ്കിൽ അലീനയോ ഉണ്ടാവുള്ളൂ എന്ന കാര്യവും പറഞ്ഞു. ഞാൻ വന്നൊന്ന് ബബിതയെ കാണട്ടെ അങ്കിളെ, ബബിതയെ കണ്ട് ബബിതയോട് സംസാരിക്കാം, എന്താണ് അവളുടെ തീരുമാനമെന്ന് അറിയണമല്ലോ. അപ്പോൾ അവൾ അച്ഛൻ്റെ കൂടെയാണോ നിൽക്കുന്നത് അതോ വൈജാൻറ്റിയുടെ കൂടെയാണോ നിൽക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. നീ വന്ന് സംസാരിച്ചത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല മനു എന്ന് ബാലൻ പറയുമ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ അങ്കിളെ തെറ്റ്, ശ്രമിച്ചു നോക്കാമല്ലോ നമുക്കെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനായിട്ട് ഇനി തടസ്സമൊന്നും പറയുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു. മനു ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു, കോളിംഗ് ബെൽ അടിച്ചു. ആ സമയത്ത് അലീന വന്ന് വാതിൽ തുറന്നു. അലീന വന്ന് വാതിൽ തുറക്കുമ്പോൾ മനുവേട്ടൻ, മനുവേട്ടനോ, എത്ര നാളായി മനുവേട്ടാ കണ്ടിട്ടെന്ന് ചോദിച്ചു. തനിക്ക് അങ്ങോട്ടൊന്ന് വിളിക്കാമായിരുന്നല്ലോ എന്നൊക്കെ മനു പറയുമ്പോൾ ഞാൻ എങ്ങനെ വിളിക്കാനാ മനുവേട്ടാ, ഇവിടുത്തെ സാഹചര്യങ്ങൾ മറ്റാരേക്കാളും നന്നായി മനുവേട്ടൻ അറിയില്ലേന്ന് അലീന ചോദിച്ചു. അതിന് ഞാൻ പരാതിയായിട്ടൊന്നും പറഞ്ഞാൽ അല്ലടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഇവിടെ ഉള്ളവരൊക്കെ എന്തേന്ന് ചോദിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഒന്ന് ചിരിച്ചു. ഇപ്പോൾ ഇത്രയും ദിവസം ആകെ ഒരു പേടിയും വെപ്രാളവും ഒക്കെ ആയിരുന്നു. പക്ഷെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ടെന്ന കാര്യം പറയുവാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ വല്ലതും കേസിനെ പറ്റിയൊക്കെ വല്ല അറിയാൻ സാധിച്ചോ, എങ്ങനെയാ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവരെ 30 ദിവസത്തേക്കല്ലേ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഇനി പുതുതായിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ കേസുകളൊന്നും നാട്ടുകാർക്ക് എടുത്തിട്ട് കാണിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നുമില്ല. മറിച്ച് ഇപ്പോൾ ഇവരുടെ കേസാണ് ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതിനപ്പുറം മറ്റൊരു കേസ് ഇതിലും വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും അതിൻ്റെ പിന്നാലെ പോകും. പതുക്കെ ഈ കേസൊക്കെ മറന്നു തുടങ്ങും. അല്ലാതെ അതിൽ മറ്റൊന്നും സംഭവിക്കാനില്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയും അത് ശരിയാണെന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു. ബാലൻ മനു നീ വന്നോ എന്ന് ചോദിച്ചു. പിന്നെ ബബിതയുടെ കാര്യമൊക്കെ ചോദിച്ചു. അവൾ ഈ വീട്ടിലുണ്ടോ എന്ന് പോലും ഇവിടെയുള്ളവർക്ക് അറിയില്ല. അവൾ അവളുടേതായ ഒരു ലോകത്ത് അവളുടെ അമ്മ മാത്രമാണ് അവൾക്കുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അവൾ നടക്കുന്നത്. ഞങ്ങളെ ആരെയും അവൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആർക്കും അവൾ മുഖം പോലും തരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞ് മനു എന്തായാലും ഞാൻ അവളോട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. സംസാരിച്ചത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മനുവേട്ടാന്ന് അലീന പറയുമ്പോൾ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അലീന, കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു. ശരി, മനുവേട്ടന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മനുവേട്ടൻ സംസാരിച്ച് നോക്കിക്കോളാൻ അലീനയും പറഞ്ഞു. അങ്ങനെ മനുദേ നേരെ നമ്മുടെ ബബിത മോളെ കാണാനായിട്ട് പോവാം. മനു റൂമിൽ ചെന്നപ്പം ഈ ഫോണിപ്പണിയായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം മനു ഓർക്കാപ്പുറത്ത് ചെന്ന് കയറിയപ്പോഴത്തേക്കും അടി കിട്ടിയതുപോലെ ആയിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല മനു ചെല്ലുമെന്നുള്ളത്. മനുവേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം അതെന്തൊരു ചോദ്യം ബബിത, എനിക്കിവിടെ വരാൻ പാടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. നീ എന്താ ഈ മുറിയിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നത്? താഴെ അവരുടെയൊക്കെ അടുത്തേക്ക് ചെന്നാൽ എന്താ നിനക്ക് കുഴപ്പം? അവിടെ അച്ഛനും കൃഷ്ണയും മാത്രമല്ലല്ലോ ഉള്ളത്, അവളില്ലേ അലീന, എനിക്ക് അവളെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അവളെ കാണുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ അവൾ നിന്നെ എന്താ ചെയ്തത്? അവൾ ഈ വീടിന് നന്മയല്ലാതെ എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളതെന്ന് മനു ചോദിക്കുമ്പോൾ അവൾ ദ്രോഹേ ചെയ്തിട്ടുള്ളൂ. അവൾ എല്ലാവരുടെയും കണ്ണി പൊടിയിട്ടുകൊണ്ടിരിക്കുക. ഈ വീട് എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന വീടാ. അവളിവിടെ കാലെടുത്ത് വെച്ചതോടുകൂടിയാണ് ഞങ്ങളുടെ വീട് ഇതുപോലെ ആയിപ്പോയത്. ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും ഒക്കെ പോയത് അവൾ ഒറ്റയൊരുത്തി കാരണമാണെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഈ വീട്ടിലെ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം പോകാൻ അലീനയാണോ കാരണം? നീ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കിയേ. അതിന് കാരണക്കാരിയായ ആൾ നിൻ്റെ അമ്മ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കി അലീനയെ ശത്രുവായി പ്രഖ്യാപിച്ച്
ഇത്രമേൽ ഈ പ്രശ്നം വഷളാക്കി കളഞ്ഞത് നിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മയ്ക്ക് പണ്ടേ അവളെ ഇഷ്ടമായിരുന്നില്ല. അവളോട് ഇവിടെ നിൽക്കണ്ട, അവളിവിടെ നിർത്തണ്ടെന്ന് എൻ്റെ അമ്മ ആകുന്നത് പറഞ്ഞതല്ലേ. അന്ന് ആരും കേട്ടില്ലല്ലോ. എല്ലാവരും അവളിവിടെ പിടിച്ചു നിർത്താനാണ് ശ്രമിച്ചത്. ഇപ്പം അതിൻ്റെ ഫലം കിട്ടിയില്ലേ? രോഹിത്തേട്ടൻ ജയിലിലായില്ലേ? രോഹിത്തേട്ടൻ ജയിലിലായതിൻ്റെ കാരണക്കാരി അലീനയായ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അവൾ അവൾ ഒരുത്തി കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. കൃഷ്ണ ഇപ്പോൾ അവളുടെ സൈഡാ, അച്ഛൻ അവളുടെ സൈഡാ, നിങ്ങളെല്ലാവരും അവളുടെ സൈഡാ, ആ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലീന ഈ കുടുംബത്തിന് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അലീനയോട് നിൻ്റെ ആങ്ങളെയും അതുപോലെ എൻ്റെ അനിയനെന്ന് പറയുന്നവനും ചെയ്ത തെണ്ടിത്തരം അവൾ പോലീസിനോട് പറഞ്ഞേനെ. അവളത് തല പോയെങ്കിലും പോലീസിനോട് പറഞ്ഞോന്ന് ചോദിച്ചു. ഈ കുടുംബത്തെ രക്ഷിക്കാനല്ലേ അവൾ നോക്കിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനു ഇങ്ങനെ കുറേ ചോദിക്കാം. അല്ല, നിൻ്റെ ഈ അവളോടുള്ള ആ ഒരു ശത്രുത അല്ലെങ്കിൽ നിൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ട് നിൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് നീയെന്നും എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പം ഞാൻ അതല്ല പറഞ്ഞത്. നീ അലീനയോട് ഇത്രയ്ക്ക് ദേഷ്യം കാണിക്കാൻ അലീന നിൻ്റെ എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ബബിതയുടെ നാവ് അടഞ്ഞു, ഒന്നും മിണ്ടുന്നില്ല. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തത് അലീനയ്ക്ക് അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാനെന്ത് തെറ്റ് ചെയ്യാനാ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് തെറ്റാണ് അവൾ കണ്ടുപിടിക്കാനിരിക്കുന്നത്? അവളെ എൻ്റെ അടുത്ത് പോലും ഞാൻ അടുപ്പിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബിത പറയുമ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അലീനയെ നിൻ്റെ ഭാഗത്തേക്ക് പോലും നീ അടുപ്പിക്കാത്തത് അതുകൊണ്ടാണോ എന്ന്. ദേ, ഈ കുടുംബത്തിന് ഉണ്ടായ ആ ഒരു ക്ഷതം അത് നിനക്കറിയാമല്ലോ. അതുപോലെ ഈ കുടുംബത്തെ മാനം കെടുത്തുന്ന രീതിയിൽ നീയും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് മനു ബബിതയോട് ചോദിക്കും. ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ബബിതേ, നിൻ്റെ അമ്മയും ഇതുപോലൊരു തെറ്റിലൂടെയാണ് കടന്നു പോയത്. ആ തെറ്റിലൂടെ കടന്നു പോയതിൻ്റെ ഫലമാണ് ഇപ്പം നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നത്. അത് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. നിൻ്റെ അമ്മ നിൻ്റെ അച്ഛനെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണെന്നൊക്കെ കേട്ടു. അതിന് നീയും സപ്പോർട്ടാണെന്ന് കേട്ടു. അതെ, എൻ്റെ അമ്മയ്ക്ക് അച്ഛനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അച്ഛൻ്റെ മോളുണ്ടല്ലോ, അച്ഛനും മോളും കൂടി ഇവിടെ അങ്ങ് താമസിച്ചോട്ടെ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എൻ്റെ അമ്മ ഡിവോഴ്സ് വാങ്ങി പോവുകയാണെങ്കിൽ പോട്ടെ എന്ന്. അതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. നീ ഇപ്പം കാണുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ഇനിയുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ, അത് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും ഒന്നിച്ചില്ലാത്ത കുട്ടികളുടെ ജീവിതം എന്താകുമെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മയും അച്ഛനും ഡിവോഴ്സിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മ ഡിവോഴ്സിന് പോവുകയാണെങ്കിൽ നീ ഒരിക്കലും അമ്മയുടെ സൈഡ് നിൽക്കരുത്. നീ അച്ഛൻ്റെ സൈഡേ നിൽക്കാവുള്ളൂ. നീ അമ്മയുടെ സൈഡ് നിന്നാൽ തീർന്നു ബബിത നിങ്ങളുടെ ജീവിതം. അവിടെ അവസാനിച്ചു ഇങ്ങനെയൊരു കുടുംബം പോലും. അത് നീ മറന്നു പോകരുത്. നിൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല. നിൻ്റെ അമ്മ ചെയ്ത ആ ഒരു ഇതാണെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയെ കുറ്റം പറയുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു. നീ ഇപ്പോൾ ഈ കാണിക്കുന്നില്ലേ, അത് തന്നെയാണ് നിൻ്റെ അമ്മയും ചെയ്തത്. നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയോട് കാണിക്കുന്ന ദേഷ്യവും വൈരാഗ്യവും എന്തിനാണെന്ന് എപ്പോഴും നീ ചോദിക്കാറുണ്ടല്ലോ. അതിന് തക്കതായ കാരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയോട് അങ്ങനെ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും. അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാകും. പിന്നെ ഞാൻ നിന്നോട് ഒരിക്കൽ കൂടി പറയാണ്, തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ ഒരു വീട്ടിൽ ഇനി നീ കൂടി അടുത്ത വിഷയം ഉണ്ടാക്കരുത്. നിൻ്റെ അമ്മയുടെ പാത നീ പിന്തുടരരുത്, ആ വഴി നീ പോകരുത്. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ മനു ബബിതയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോയാൽ എവിടെ ബോധ്യപ്പെടാൻ? കാമുകൻ ഇപ്പം കെട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നടക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഒന്നും നടക്കില്ലല്ലോ. അതുപോലെ തന്നെ വീട് ഇനി ഇല്ലാണ്ടായാൽ ഇടിഞ്ഞു പൊഴിഞ്ഞ് താഴെ വീണാലും ബബിതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഊസലും ഇല്ല. ബബിതയ്ക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല. ബബിത ആ വീട്ടിലെ ആളെ അല്ല. അങ്ങനെ ഒരു രീതിയിലാണ് ബബിത ചിന്തിക്കുന്നത്. ഇതും കഴിഞ്ഞ് താഴേക്ക് മനു ഇറങ്ങി വന്നപ്പം ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുവാണ്. ആ പൂതനയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മനുവിനും അറിയാം, അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ സംസാരിച്ച് എന്താണെന്ന് അറിയാൻ എവിടെയെങ്കിലും ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നറിയണ്ടേ. അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ കാതോർത്ത് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വരാനുള്ളത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.